സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ്. രണ്ട് ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ഇതിലുള്ളത്. ഒന്ന് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, രണ്ടാമത്തത് ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. അപ്പൊ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു മാസ്, ലെങ്ത്, ടൈം, ഈ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റികളായിരുന്നു നമുക്ക് ഈ പുതിയ സിസ്റ്റം ഒക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്ന മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ബേസിസിൽ ലോകത്ത് പല രാജ്യങ്ങളിൽ പല രീതിയിലുള്ള ഈ പറയുന്ന മൂന്ന് രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെയാണ് CGS. സി സ്റ്റാൻഡ്സ് ഫോർ സെന്റിമീറ്റർ, ക്യാപിറ്റൽ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം ആണ്, എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. അപ്പൊ നോക്കൂ, മാസ്, ലെങ്ത്, ടൈം, ആ മൂന്ന് ക്വാണ്ടിറ്റി അല്ലേ അതിൽ വന്നുള്ളത്. സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത്, ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിനെ സൂചിപ്പിക്കുന്നതാണ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമാണ്, അല്ലെ? അപ്പൊ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്, അതാണ് CGS സിസ്റ്റം. അത് പല രാജ്യങ്ങളിലും ഉപയോഗിച്ചിരുന്നു. ഇനി നെക്സ്റ്റ് വണ്ണാണ് FPS. അത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന സിസ്റ്റം ആയിരുന്നു. ഏത്? FPS. എഫ് എന്നുള്ളത് ഫൂട്ടാണ്. ഇപ്പോഴും നമ്മൾ ടൈൽസ് ഒക്കെ വാങ്ങാൻ പോകുന്ന ഇത്ര അടി നീളം, ഇത്ര അടി വീതി എന്നാണ് നമ്മൾ പറയുക, ഫൂട്ടിലാണ് പറയുക, അല്ലെ? ടൈൽസ് ഒക്കെ അങ്ങനെ 1, 1, 2, 2 എന്നൊക്കെയാണ് ടൈൽസിന് ഇപ്പോഴും പറയുക. ഫൂട്ട്, പൗണ്ട്സ് ഒക്കെ ആ ഒരു രീതിയിലാണ് ഇപ്പോഴും മെഷർ ചെയ്യാറുള്ളത്. അപ്പോ FPS, അപ്പൊ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. പൗണ്ട് എന്നുള്ളത് മാസിനെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ ടൈമിന് യൂണിറ്റ് തന്നെയാണ്, സെക്കൻഡ് ആണ്. മൂന്നാമത്തെയാണ് MKS, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ക്ലിയർ ആയോ? അപ്പോ മീറ്റർ എന്നുള്ളത് ലെങ്ത്തിന്റെ, കിലോഗ്രാം എന്നുള്ളത് മാസിന്റെ, സെക്കൻഡ് എന്നുള്ളത് ടൈമിന്റെ. ഇതായിരുന്നു പ്രധാനമായും പല രാജ്യങ്ങളിലും ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇത് കുറച്ച് ഈ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിന് ശേഷം ഇത് മുഴുവനായി നമ്മൾ ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. ആ സിസ്റ്റത്തിനാണ് SI സിസ്റ്റം എന്ന് പറയുക. ഇപ്പൊ ലോകത്തിലെ എല്ലാ സയന്റിഫിക് ആയിട്ടുള്ള, എല്ലാ കൊമേഴ്സ്യൽ ആയിട്ടുള്ള എല്ലാ പർപ്പസിനും ഉപയോഗിക്കുന്നത് ഈ ഒരു സ്കെയിലാണ്, ഈ ഒരു സിസ്റ്റമാണ്. അതിനാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയുക. സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ് അതിന് പറയുക. പ്രധാനമായും സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളാണുള്ളത്. ഇന്ന് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഉള്ള സയൻസിലുള്ള ഏത് ക്വാണ്ടിറ്റിയും നമുക്ക് ഈ പറയുന്ന 7 ക്വാണ്ടിറ്റികളിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ആ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ടേബിൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലുമിനസ് ഇന്റൻസിറ്റി. ഇനി ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. METRE ആണ് കേട്ടോ, ER എന്ന് എഴുതരുത്. ഇനി മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് ആംപിയർ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, ലുമിനസ് ഇന്റൻസിറ്റി കാൻഡല. ഇനി അതിന്റെ സിമ്പിൾസ് നോക്കൂ. മീറ്ററിന് സ്മോൾ m എന്ന് എഴുതാൻ പാടുള്ളൂ. പല കുട്ടികളും ഫസ്റ്റ് ഇയറിൽ തെറ്റിക്കണാണ്, കൊണ്ടിട്ട് ക്യാപിറ്റൽ M എന്ന് എഴുതും. ഒരു കാരണവശാലും ക്യാപിറ്റൽ M എന്ന് എഴുതരുത്. മീറ്റർ എന്ന് പറയുമ്പോൾ 10 മീറ്റർ എന്ന് ഒരാൾ നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആ 10 എന്ന് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് എഴുതണം M എന്നുള്ളത് സ്മോൾ ലെറ്റർ എഴുതാൻ പാടുള്ളൂ. അത് ഏത് സിസ്റ്റാണ്? SI സിസ്റ്റാണ്. അപ്പോ മീറ്റർ എന്നുള്ളതിന് സ്മോൾ ലെറ്റർ M കൊടുക്കാൻ പാടുള്ളൂ. അടുത്തത് മാസിന്റെ ഏതാണ്? കിലോഗ്രാം. അതിന് സ്മോൾ ലെറ്റർ KG കൊടുക്കാൻ പാടുള്ളൂ. 10 കിലോഗ്രാം അരി എന്ന് പറയുമ്പോൾ അവിടെ എഴുതുമ്പോൾ 10 kg എന്നുള്ളത് K കൊണ്ടുപോയിട്ട് ക്യാപിറ്റൽ എഴുതരുത്, സ്മോൾ ലെറ്റർ KG എന്ന് തന്നെ എഴുതണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത ടൈം സെക്കൻഡിലാണ് പറയുക, S സ്മോൾ ലെറ്റർ എഴുതാൻ പാടുള്ളൂ. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയർ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടുള്ളൂ. നിങ്ങളെ വീട്ടിൽ വാങ്ങുന്ന LED ബൾബുകള്, ട്യൂബ്, അതിന് ഈ അങ്ങനത്തെ ഇതിൽ ആംപിയർ കൊടുത്തിട്ടുണ്ടാവും. ഈവൻ നിങ്ങളെ മൊബൈലിന്റെ ചാർജറിന്റെ മുകളിൽ വരെ എഴുതിയിട്ടുണ്ടാവും എത്ര ആംപിയർ കറണ്ട് ആണ്. അവിടെ എഴുതുമ്പോ ആംപിയർ എന്ന് കംപ്ലീറ്റ് എഴുതില്ല, ക്യാപിറ്റൽ A എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. 3.5 A അല്ലെങ്കിൽ 3.5 MA, മില്ലി ആംപിയർ. മില്ലി എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ M കൊടുക്കുക, ആംപിയർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ A കൊടുക്കുക. ഇനി അടുത്താണ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. അതിന്റെ യൂണിറ്റ് എന്താ? കെൽവിൻ. എഴുതുമ്പോൾ ക്യാപിറ്റൽ K എഴുതാൻ പാടുള്ളൂ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, MOL സ്മോൾ ലെറ്റർ എഴുതാൻ പാടുള്ളൂ. ലുമിനസ് ഇന്റൻസിറ്റി കാൻഡല, CD, അത് സ്മോൾ ലെറ്റർ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളും അവയുടെ യൂണിറ്റ് കൃത്യമായി പഠിച്ചു വെക്കുക. 1 മാർക്ക് നിങ്ങൾക്ക് ഈ ടേബിളിൽ നിന്ന് വാങ്ങാം. 1 മാർക്കിന്റെ ചോദ്യം +1 ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ഈ ടേബിളിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. പഠിച്ചു വെക്കുക. അടുത്തത്, ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി കൂടാതെ പിന്നെ അഡീഷണൽ ആയിട്ട് 2 ക്വാണ്ടിറ്റി കൂടി ഉണ്ട്. അതേതാണ്? എന്നാൽ അതിൽ പെടില്ല. അതിനാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റി എന്ന് പറയും. അവയുടെ യൂണിറ്റിന് എന്ത് പറയാ? സപ്ലിമെന്ററി യൂണിറ്റ് എന്ന് പറയാ. അതിൽ ഒന്നാമത്തെയാണ് പ്ലെയിൻ ആംഗിൾ. സാധാരണഗതിയിൽ നമ്മളൊരു
ആർക്ക് വരച്ചിട്ട് അതിന്റെ ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ആംഗിളിന് പറയുന്ന പേരാണ് എന്ത്? പ്ലെയിൻ ആംഗിൾ. അതിന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്. സിമ്പൽ എന്താണ്? RAD എന്നാണ് എഴുതുക. അപ്പോ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്. സിമ്പല് RAD എന്നാണ്. ഇനി നെക്സ്റ്റ് വൺ സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മഴക്കാലാണ്, നിങ്ങൾ കുട നിവർത്തി കഴിഞ്ഞാൽ ആ കുടയുടെ എല്ലാ ഇല്ലിയുടെ മുകളിൽ നിന്ന് നമ്മൾ കുടയുടെ ഹാൻഡിലിന്, നമ്മൾ കുടയുടെ പിടിയുടെ മുകളിൽ നിങ്ങൾ ഒരു നൂല് കെട്ടിയിട്ടുണ്ടെന്ന് കരുതാം. അപ്പൊ ഒരു പാരഷൂട്ടിന്റെ ഒക്കെ മാതിരി ആ കുടയ്ക്ക് ഒരു ഷേപ്പ് വരും. അപ്പൊ അതിനകത്തൊരു ആംഗിൾ വരില്ലേ? ഈ ഐസ്ക്രീം, കോൺ ഐസ്ക്രീമിന്റെ ഒക്കെ അകത്ത് വരുന്ന ഒരു ആംഗിൾ, ആ ആംഗിളിന് എന്താ പറയാ? സോളിഡ് ആംഗിൾ എന്ന് പറയാം. അതൊരു 3 ഡയമെൻഷണൽ ആംഗിളാണ്. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ 2D ആംഗിൾ, 2 ഡയമെൻഷണൽ ആംഗിൾ. അപ്പൊ ആ ആംഗിൾ എന്ന് പറയുന്ന പേരാണ് സോളിഡ് ആംഗിൾ. അതിന്റെ യൂണിറ്റ് എന്താണ്? സ്റ്റെറേഡിയൻ. റേഡിയൻ എന്നുള്ളതിന്റെ അപ്പുറത്ത് ഒരു STE എന്നാണ് ചേർത്താൽ മതി. അപ്പൊ സ്റ്റെറേഡിയൻ ആണ്. എന്താ അതിന്റെ സിമ്പല്? SR എന്നുള്ളതാണ് സിമ്പല്. എന്താ അതിന്റെ പ്രത്യേകത? ഈ രണ്ട് ക്വാണ്ടിറ്റികൾക്കും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പൊ ചോദിക്കും, 2 ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികൾ എഴുതാൻ പറഞ്ഞാൽ ഏത് എഴുതാം? പ്ലെയിൻ ആംഗിളും എഴുതാം, സോളിഡ് ആംഗിളും നിങ്ങൾക്ക് എഴുതാം. ഇത്രയാണ് ഇതിൽ ആദ്യഘട്ടത്തിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നേരെ നമ്മൾ ഡയമെൻഷൻ അനാലിസിസിക്കാണ് പോകണം. ഇമ്പോർട്ടന്റ് അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. മനസ്സിലാക്കാം എന്താണ് ഡയമെൻഷൻ. ഇതൊക്കെ ഞാൻ ഓൾറെഡി നമ്മൾ ഇതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് എന്റെ ക്ലാസ് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ എത്ര മടങ്ങ് പവർ ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതിനാണ് ഡയമെൻഷൻ എന്ന് പറയുക. ഇപ്പൊ ഏരിയ എന്ന് എടുത്തു. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്നുള്ളത് ഒരു ഡയമെൻഷൻ ആണ്, ബ്രെഡ്ത്ത് എന്നുള്ളതും ലെങ്ത് തന്നെയാണ് ഡയമെൻഷൻ. അപ്പൊ 2 ലെങ്ത് എന്നുള്ള ഡയമെൻഷൻ ഉണ്ട്. അപ്പൊ ഉറപ്പായി ഏരിയയുടെ ഡയമെൻഷൻ L² ആണ്. ഇതാണ് ഡയമെൻഷൻ. വോളിയം എടുക്കുക. എന്താ വോളിയം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ലെങ്ത് എന്നുള്ള ഡയമെൻഷൻ ഉണ്ട്, L തന്നെയാണ്. ബ്രെഡ്ത്തിന്റെ ഡയമെൻഷൻ ലെങ്ത് തന്നെ, L തന്നെയാണ്. ഹൈറ്റിന്റെ ഡയമെൻഷൻ എന്താണ്? അതും ലെങ്ത് തന്നെ. അപ്പൊ എത്ര ഡയമെൻഷൻ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ L³ കണ്ടോ? അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ അവിടെ L³ എന്നുള്ള എഴുതാം. ഇതാണ് ഡയമെൻഷൻ. ഈ പറയുന്ന ഡയമെൻഷണൽ അനാലിസിസിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 2 അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ടെക്സ്റ്റിൽ, NCERT ടെക്സ്റ്റിൽ പറയുന്നത്. ഏതൊക്കെയാണ്? ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ഒരു ഇക്വേഷൻ നമ്മൾ രൂപപ്പെടുത്തുകയാണെങ്കിൽ ആ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് വളരെ കൃത്യമായി നിർണ്ണയിക്കാൻ നമുക്ക് ഏത് ഉപയോഗിച്ച് സാധിക്കും? ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് സാധിക്കും. രണ്ടാമത്തെ അപ്ലിക്കേഷൻ, ഡെഡ്യൂസ് എ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ, ഡെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം? ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാം. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡയമെൻഷൻ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷനിലെ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്നുള്ളത് നിർബന്ധമായിട്ടും ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് 2 മാർക്ക് ഷുവർ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വാങ്ങാം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്നുള്ളത് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും ഇതിന്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി? Principle of homogeneity states that for an equation to be dimensionally correct, the dimensions of left-hand side must be equal to the dimensions of right-hand side in each term. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ആ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമുകളുടെയും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഓരോ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണെന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഗൈഡുകളോ മറ്റു ബുക്കുകളോ ഉണ്ടെങ്കിൽ അതിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി പഠിച്ചത് മാറി പഠിക്കൊന്നും വേണ്ട. ഇനി ഒരു ഉദാഹരണമാണ് പറയുന്നത്. x = a + bt + ct². അപ്പൊ ഏതാ നമുക്ക് തന്ന ഇക്വേഷൻ? x = a + bt + ct² എന്നാണ് നമ്മുടെ ഇക്വേഷൻ. എക്സിന്റെ യൂണിറ്റ് എന്താ? മീറ്ററിലാണ്. ടിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡിലാണ്. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി കറക്റ്റ് ആവണമെങ്കിൽ, ആ ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷൻ ശരിയാവണമെങ്കിൽ എക്സ് എന്നുള്ള ക്വാണ്ടിറ്റി മീറ്ററിലാണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ നമുക്കറിയാം L ആവും. എക്സിന്റെ ഡയമെൻഷൻ എന്താണോ അതേ ഡയമെൻഷൻ തന്നെ വേണം ഇതിന് എ എന്നുള്ള ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. അതേ ഡയമെൻഷൻ തന്നെ വേണം ഇതിന് BT എന്നുള്ള ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. അതേ ഡയമെൻഷൻ തന്നെ വേണം ഇതിന് CT² എന്നുള്ള ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. എന്നാലേ ഇത് കൂട്ടാൻ പറ്റുള്ളൂ. ഇതേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ 10 മീറ്റർ ദൂരം 10 സെക്കൻഡ് തമ്മിൽ കൂട്ടാൻ പറ്റുമോ?
ഇല്ല. നിങ്ങൾക്ക് തന്നെ 10 മീറ്റർ 20 മീറ്റർ 30 മീറ്റർ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റും. 10 20 30 60 എന്ന് കിട്ടും. അപ്പൊ ആഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നിങ്ങൾക്ക് തന്നിട്ടുള്ള 3 ക്വാണ്ടിറ്റികളും ഒരേ ഡയമെൻഷൻ ഉള്ളതായിരുന്നു. അപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് എന്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇനി ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഗിവൺ, രണ്ടാമത് അപ്ലിക്കേഷൻ ആണ് ആദ്യത്തെ. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഗിവൺ റിലേഷൻ. അപ്പോ നിങ്ങൾക്ക് തന്ന റിലേഷൻ ഏതാണ്? വി സിക്വൽ ടു യു പ്ലസ് സി ടി. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്താ, എൽ ആണ്. ടൈമിന്റെ ഡയമെൻഷൻ എന്താ, ടി ആണ്. അപ്പൊ ആ ടി മോളിക്ക് പോകുമ്പോൾ ടി റേസ് ടു -1. അപ്പൊ വെലോസിറ്റിയുടെ ഡയമെൻഷൻ കിട്ടി, എൽ ടി റേസ് ടു -1. ഇനി അപ്പൊ വി എൽ എച്ച് എസ് കിട്ടി. ഇനി എന്താ ആർ എച്ച് എസിൽ ഉള്ളത്, യു എന്നുള്ള ടേം. എന്താ യു, അതും വെലോസിറ്റി ആണ്. അപ്പൊ ഉറപ്പായി എൽ ടി റേസ് ടു -1 അത് കിട്ടി. ഇനി അടുത്തത് ഏതാ, എ ടി. എ ടി എന്ന് പറഞ്ഞാൽ എന്താ, എ എന്നുള്ളത് ആക്സിലറേഷൻ, ടി എന്നുള്ളത് എന്താ, ടൈം ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ ഓൾറെഡി വെലോസിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്, എൽ ടി റേസ് ടു -1. വീണ്ടും അതിന് ടൈം കൊണ്ടായിരിക്കുക, അപ്പോഴല്ലേ ആക്സിലറേഷൻ കിട്ടുക അല്ലെ. ത്വരണം എന്ന് പറഞ്ഞാൽ പ്രവേഗം ബൈ സമയല്ലേ ആണ്. അപ്പൊ എൽ ടി റേസ് ടു -1 വീണ്ടും ടി കൊണ്ട് ഹരിക്കുക. അപ്പൊ ടി മോളിക്ക് പോവും. അപ്പൊ ടി റേസ് ടു -1 പിന്നെ ഒരു ടി റേസ് ടു -1 വരും. അപ്പൊ ടി റേസ് ടു -2 ആവും. അപ്പൊ ആക്സിലറേഷന് കിട്ടിയ എന്ത്, എൽ ടി റേസ് ടു -2. പിന്നെ അവിടെ ആരുണ്ട്, ഒരു ടൈമും കൂടി ഇല്ലേ, ഉണ്ട്. അപ്പൊ എൽ ടി റേസ് ടു -2 ഇൻറ്റു ടി. അപ്പൊ എന്താ കിട്ടുക, എൽ ടി റേസ് ടു -1. കണ്ടോ. അപ്പൊ വി എന്നുള്ളതിന്റെ ഡയമെൻഷൻ തന്നെ യുന് കിട്ടി, യു എന്നുള്ളതിന്റെ ഡയമെൻഷൻ എന്തിനു കിട്ടി, എ ടിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ആ 3 എണ്ണത്തിന് ഒരേ ഡയമെൻഷൻ അല്ലേ, ആണ്. അപ്പൊ നമുക്ക് തന്ന ഇക്വേഷൻ എന്താ, കറക്റ്റ് ആണ്. അപ്പൊ ഇതേപോലെ നമുക്ക് തോന്നുന്നു നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി, ആ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ഏതിൽ അപ്ലൈ ചെയ്താൽ മതി, ഡയമെൻഷൻ അനാലിസിസ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇതാണ് എന്ത്, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഗിവൺ റിലേഷൻ. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്ത് നിന്ന്, ഈ ഡയമെൻഷൻ അനാലിസിസ് എന്നുള്ള ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. നമുക്കൊരു ഉറപ്പ് ചോദ്യമായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പൊ ഇങ്ങനത്തെ ഈ ചിലപ്പോൾ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ ചോദിക്കാം. നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ബാങ്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇത് എന്തായാലും ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് എന്നുള്ളത് അടയാളപ്പെടുത്തി വെക്കുക. ഇതൊന്നൊരു ചോദ്യം ഉറപ്പാണ്. നെക്സ്റ്റ്, ഡെഡ്യൂസ് എ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അത് വളരെ പെട്ടെന്ന് പറയാം. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമുക്ക് കൃത്യമായി ധാരണ ഉണ്ടാവില്ല ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത്തരം കേസുകളിൽ നമുക്ക് ഈ റിലേഷൻ നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാം, ഈ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. പക്ഷെ എല്ലാ ഇക്വേഷനിലും ഇത് ശരിയാവണമെന്നില്ല, ഇതിന് ചില പരിമിതികളുണ്ട്. അതാണ് അതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, നമ്മൾ സിമ്പിൾ പെൻഡുലം എന്നുള്ള എക്സ്പെരിമെന്റ് ഗുരുത്വാകർഷണ ത്വരണം കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റിൽ അതിന്റെ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 3 എണ്ണമാണ് നമ്മളൊരു അസംഷൻ നടത്തുകയാണ്. ഏതൊക്കെയാണ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം എഴുതി, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം എഴുതി, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാന്ന് എഴുതി. ഏത്, ഇതിന്റെ ടൈം പീരീഡ് അതാണ് എഴുതിയത്. സോ ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഈ ടൈം പീരീഡ് മാസിനെയും ലെങ്ത്തിനെയും ഗ്രാവിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം എന്ന് എഴുതി. പക്ഷെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അറിയില്ല, എത്ര മടങ്ങ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് എ ബി സി എന്ന് അതിന് പവർ കൊടുത്ത്, m⁻²a. കാരണം മാസ് എത്ര മടങ്ങ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അറിയോ, ഇല്ല. ലെങ്ത് എത്ര പവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിയോ, ഇല്ല. അതുകൊണ്ട് ബി എന്ന് കൊടുത്തു. ഗുരുത്വാകർഷണം ത്വരണം എത്ര ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് അതിന് സി എന്ന് കൊടുത്തു. അപ്പൊ ജനറലി ഞാൻ അങ്ങനെ എഴുതി. ഇനി എങ്ങനെ അതിന്റെ ഫോർമാറ്റിൽ അതിന് എഴുതുക, ടി പ്രൊപ്പോർഷണൽ ടു m⁻²a l⁻b g⁻c എന്നാണ് എഴുതുക. എങ്ങനെ ഇക്വേഷൻ ആക്കുക, ആ പ്രൊപ്പോർഷണാലിറ്റി റിലേഷനിൽ ഒരു k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇക്വേഷൻ ആവും. അപ്പൊ ടി ഇക്വൽ ടു k ഇൻറ്റു m⁻²a l⁻b g⁻c എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മളിപ്പോൾ ഓൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞാണ്, വെറുതെ ഡയമെൻഷനാണ് കൊടുത്താൽ മതി. ഇടത് ഭാഗത്ത് LHS ഉള്ളത് ഏതാണ്, ടി ആണ്. എമ്മും എല്ലൊക്കെ പവർ എത്ര, 0 അല്ലേ, ആണ്. അപ്പൊ ഇനി അവിടെ m⁻0 l⁻0 എന്ന് എഴുതണം നിർബന്ധമൊന്നുമില്ല. അവിടെ t⁻1 എന്ന് എഴുതിയാൽ മതി. സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് t⁻1 കൊടുത്തു, ഈക്വൽ ടു k. k എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന് എന്തില്ല, പഠിച്ചു വെക്കുക, കോൺസ്റ്റന്റിന് ഡയമെൻഷൻ ഇല്ല. കോൺസ്റ്റന്റിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഇനി മാസിന്റെ ഡയമെൻഷൻ എന്താ, m. പവർ എത്ര, a എന്ന് കൊടുത്തു. l ഡയമെൻഷൻ എന്താ, ക്യാപിറ്റൽ L, b എന്ന് കൊടുത്തു.
മൂന്നാമത്തെ ക്വാണ്ടിറ്റി ഏതാ? ജി ആണ്. ജി ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചിട്ടേ ഉള്ളൂ. ആക്സിലറേഷൻ എന്താ ഡയമെൻഷൻ? LT⁻²2 പവർ എത്ര? സി. അത് മൂന്നും കൂടി എഴുതി എങ്ങനെ ഉണ്ടാവും? M⁻A എഴുതി ഒറ്റ ബ്രാക്കറ്റിനകത്ത് എഴുതാണ്. L⁻B ഉണ്ട്, ഇപ്പുറത്തെ L⁻C ഉണ്ട്. കണ്ടോ? L⁻B ഓൾറെഡി അവിടെ ഉണ്ട്. ഇപ്പുറത്തെ LT⁻²ന് മൊത്തത്തിലാണ് സി. ആ സീനെ എല്ലിന് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ L⁻C ആവും. അപ്പൊ L⁻B ഇൻറ്റു L⁻C എന്താ? L⁻B പ്ലസ് സി. കണ്ടോ? അപ്പൊ L⁻L ഒറ്റ ടേം ആയിട്ട് ഒറ്റ പവർ ആയിട്ട് കൊടുത്തു. ഇനി ആരാ ബാക്കിയുള്ളത്? T ഉണ്ട്. അപ്പൊ T⁻²-2c. ഇനി ഇടത് ഭാഗത്തെ ടേം അതേപോലെ എഴുതി. M⁻0 L⁻0 T⁻1 ഈക്വൽ ടു വലത് ഭാഗത്തെ ടേം അതേപോലെ എടുത്ത് എഴുതാം. M⁻A L⁻B പ്ലസ് സി T⁻²-2c. കണ്ടോ? ഇനി കമ്പയർ ചെയ്ത് നോക്കെ. എ എന്നുള്ളതിന് പകരം അപ്പുറത്ത് എന്താ വന്നത്? A0. എന്റെ വാല്യൂ എത്ര? അപ്പുറത്ത് 0 ആണ്. A = 0 എന്ന് എഴുതി. B പ്ലസ് സി അപ്പുറത്ത് എന്താ കിടക്കണത്? 0. ഇനി ടീന്റെ എന്താ? -2c ആണ് ഇവിടെ കിടക്കണം. അപ്പുറത്തോ 1 ആണ്. അപ്പൊ -2c = 1 എഴുതി കൂടെ? A 0 കിട്ടി, B പ്ലസ് സി 0 കിട്ടി, -2c എന്താണ്? 1 ആണ്. അപ്പൊ -2c 1 ആണെങ്കിൽ സി എത്രയാവും? സി എത്രയാവും? -1/2 അല്ലെ? A = 0, B പ്ലസ് സി = 0, -2c = 1 ആണ്. അപ്പൊ സി എത്രയാണ്? -1/2. ബിയും സിയും കൂട്ടിയാൽ 0 കിട്ടണം. സിന്റെ വാല്യൂ എത്ര? -1/2. അപ്പൊ ബി എത്ര ആവണം? +1/2 ആവണം. അപ്പോഴല്ലേ B പ്ലസ് സി 0 കിട്ടുക. +1/2നെ -1/2 കൊണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് ഉത്തരം 0 കിട്ടുക. അപ്പൊ എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. എ എത്ര കിട്ടിയത്? 0. ബി എത്ര കിട്ടിയത്? +1/2. സി എത്ര കിട്ടിയത്? -1/2. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനിൽ അങ്ങോട്ട് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ T = K × M⁻A L⁻B G⁻C. T = K × M⁻A ക്ക് എത്ര? 0, M⁻0. ഇനി L⁻B എത്ര? +1/2. G⁻C C എത്ര? -1/2. ഈ ഏത് വാല്യൂ ⁻1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റൂട്ട് എന്നാ. നിങ്ങൾ കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ എടുത്തിട്ട് 8⁻1/2 എന്ന് കൊടുത്താലും √8 എന്ന് കൊടുത്താലും ഒരേ ആൻസർ നിങ്ങൾക്ക് കിട്ടുക. അതാണ് അതിന്റെ അർത്ഥം. L⁻1/2 എന്ന് പറഞ്ഞാൽ √L എന്ന അർത്ഥം. G⁻−1/2 എന്നുണ്ട്. കണ്ടോ? വെറും 1/2 അല്ല, -1/2. അതിന്റെ അർത്ഥം എന്താ? റൂട്ട് കൊടുക്കണം, പക്ഷെ അത് ഡിനോമിനേറ്ററിൽ എഴുതണം. 1/√G എന്ന് അതിന്റെ അർത്ഥം. ഇതൊക്കെ കുട്ടികൾക്ക് സംശയം ഉണ്ടാവുന്ന ഭാഗമാണ്. അപ്പൊ എന്ത് കിട്ടി? T = K × L⁻1/2 എന്നുള്ളതിന് √L, G⁻−1/2 എന്നുള്ളതിന് 1/√G. രണ്ടും പാടെ ചേർത്ത് എഴുതി എന്ത് കിട്ടും? K × √L/G എന്ന് കിട്ടും. കണ്ടോ? ഇനി എക്സ്പെരിമെന്റുകൾ നമുക്ക് ചെയ്ത സമയത്ത് അതിന് കിട്ടിയ വാല്യൂ ആണ് K ന്റെ വാല്യൂ 2π. അപ്പൊ എന്താ കിട്ടിയത്? T = 2π√L/G. നമ്മൾ അതിന്റെ ലിമിറ്റേഷനിലേക്ക് പോവാണ്. ലിമിറ്റേഷൻ എന്തൊക്കെയാ ലിമിറ്റേഷൻ? Dimensionless constants occurring in physical formula cannot be determined by dimension analysis. കണ്ടോ? ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് K ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്താ നേരത്തെ പറഞ്ഞത്? പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ K ന്റെ വാല്യൂ കണ്ടുപിടിച്ചു എന്നാ പറഞ്ഞത്. ആ K ന്റെ വാല്യൂ നമുക്ക് ഇന്ന് കിട്ടില്ല. അത് അതിന്റെ ലിമിറ്റേഷൻ ആണ്, പരിമിതിയാണ്. Dimension analysis cannot be used to derive the exact form of a physical relation if the physical quantity depends on more than 3 physical quantity. 3 ഫിസിക്കൽ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതലുള്ള ഒരു MT, അതായത് MLT അല്ലാത്തൊരു ടേം വരുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ ഇതേപോലെ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യാൻ സാധിക്കില്ല. ചെറിയ ചെറിയ ഇങ്ങനത്തെ T = 2π√L/G പോലത്തെ ഇക്വേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇക്വേഷൻ കോംപ്ലക്സ് ആകുമ്പോൾ ഈ മെത്തേഡ് വഴി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടില്ല. ഇനിയോ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അതിന് നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ചോദ്യമുണ്ട്. ഈ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് ട്രിഗണോമെട്രിക്കും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അതിലുള്ള റിലേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഡയമെൻഷൻ അനാലിസിസ് cannot be used to derive relations involving trigonometric and exponential functions. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇനി dimension analysis does not distinguish between the physical quantities having same dimension. ഒരേ ഡയമെൻഷൻ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഉണ്ട്. ഒരേ ഡയമെൻഷൻ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിൽ, ഇപ്പൊ ഉദാഹരണമാണ് വർക്കും എനർജി. മനസ്സിലായോ? ഒരേ ½ mv² എന്ന് എഴുതിയാലും F × D എന്ന് എഴുതിയാലും ഒരേ ഡയമെൻഷനാണ്. mn² T⁻² എന്നാ വരിക. അപ്പൊ ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് ഏതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നുണ്ട് ഒരേ ഡയമെൻഷനിലെ. ഇതൊക്കെ എന്തിന്റെ ലിമിറ്റേഷൻ ആണ്?
ഡയമെൻഷണൽ അനാലിസിസിന്റെ ലിമിറ്റേഷൻ ആണ്.